നമസ്കാരം. ഇന്ത്യൻ നവോത്ഥാനം അഥവാ ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവും മതപരവുമായിട്ടുള്ള പുരോഗതി എന്നുള്ള സിലബസ് ഭാഗത്ത് ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ രാജാറാം മോഹൻ റായ്, ദേവേന്ദ്രനാഥ ടാഗോർ, കേശവ ചന്ദ്ര സെൻ, ആനന്ദ മോഹൻ ബോസ് പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ നമ്മൾ പരിചയപ്പെട്ടു. ഇവരെല്ലാം ബംഗാളിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താക്കളാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിലാണ് ബംഗാൾ എന്ന് പറയാറുണ്ട്, അല്ലേ? അതുപോലെ ബംഗാളിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ബംഗാളിലെ മിഡ്നാപൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. ബംഗാളിൽ എവിടെയാണ്? മിഡ്നാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. വളരെ വലിയ പണ്ഡിതനായിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ, അദ്ദേഹവും ബംഗാളുകാരനാണ്, ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ആ ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിവിന്റെ മഹാസമുദ്രം എന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തെയാണ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെയാണ്. അതൊരു ചോദ്യമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ അറിവിന്റെ മഹാസമുദ്രം എന്ന് വിശേഷിപ്പിച്ചത് ബംഗാളിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് എന്ന് ചോദിച്ചാൽ ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെയാണ്. കൂടുതൽ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നത് സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനായിട്ടുണ്ട്. കൽക്കട്ടയിലെ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. കൽക്കട്ടയിലെ സംസ്കൃത കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം അവിടെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സംസ്കൃത പഠനം സാധാരണക്കാർക്ക് കൂടി പറ്റുന്ന വിധത്തിലോട്ട് മാറിയത്. അല്ലെങ്കിൽ സംസ്കൃത പഠനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രം പറ്റുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ സംസ്കൃത പഠനം സാധാരണക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. പിള്ളേരുടെ പുസ്തകത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സംസ്കൃത പഠനത്തിലെ ബ്രാഹ്മണ കുത്തക തകർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. സംസ്കൃത പഠനത്തിലെ ബ്രാഹ്മണ കുത്തക തകർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ എന്ന് പിള്ളേരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അദ്ദേഹത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാലും ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെ ബംഗാളിലെ ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വളരെ പ്രസിദ്ധനായ ഒരാളാണ്, രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ബംഗാളി പാഠാവലിയുടെ രചയിതാവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ബംഗാളി പാഠാവലി നമ്മൾ കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ടൊക്കെ അക്ഷരമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, അല്ലെ? അങ്ങനെയുള്ള പുസ്തകങ്ങൾ, അതാണ് നമ്മൾ പാഠാവലി എന്ന് പറയുന്നത്. അതുപോലെ ബംഗാളി പാഠാവലിയുടെ രചയിതാവായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. ഇന്നും ബംഗാളിൽ ഒരുപാട് പ്രചാരമുള്ള പാഠാവലിയാണ് ബംഗാളി പാഠാവലി. അപ്പൊ ആ ബംഗാളി പാഠാവലിയുടെ രചയിതാവ് ആരും ചോദിച്ചാലും ഈശ്വര ചന്ദ്ര വിദ്യാസാഗറാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഒരു പത്രത്തിന്റെ പേരാണ് ഷോം പ്രകാശ് എന്ന പത്രം. ആ പത്രത്തിന്റെ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിക്കും. ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചതാരെന്നും ചിലപ്പോൾ ചോദിക്കും. പൂർണ്ണമായിട്ടും അത് ശരിയല്ല. ആ പത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഷോം പ്രകാശ് എന്ന പത്രം അത് സ്ഥാപിച്ചതാര് എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക്
ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് വരുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംവാദ് കൗമുദി എന്ന് പറയുന്ന ബംഗാളി പത്രം, ആ ബംഗാളി പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ മിറർ, അല്ലെ? ബംഗാളിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ഒരു പത്രമാണ് ഇന്ത്യൻ മിറർ. ആ ഇന്ത്യൻ മിറർ എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ച ദേവേന്ദ്രനാഥ ടാഗോർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബംഗാളി ഭാഷയിൽ കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഏത്? ഷോം പ്രകാശ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. ബ്രിട്ടീഷ് ഭരണകാലമാണ് ആ സമയമൊക്കെ. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു നിയമം പാസാക്കി, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കുന്നത് 1856 വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത് ഏത് വർഷമാണ്? 1856 നമ്മൾ പഠിക്കുന്നത് സാമൂഹികവും മതപരവും സാംസ്കാരികവുമായ ഇന്ത്യയുടെ പുരോഗതി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത് 1856 അതിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാര്, അല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്ക് പ്രേരണയും പ്രചോദനവുമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഇപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കാര്യം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. സംസ്കൃത പഠനത്തിലെ ബ്രാഹ്മണ കുത്തക തകർത്തു എന്ന് പറയുന്നത് ശരിയായുള്ള പ്രസ്താവനയാണ്. അതുപോലെ വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. ആ പരിശ്രമമാണ് ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കൊണ്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നതിലോട്ട് എത്തിക്കുന്നത്. അത് ഏതു കൊല്ലമാണ്? 1856 പിള്ളേരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കാനുണ്ട്, ഓർത്തു വെക്കുക. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856. അപ്പൊ അത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ട് ഓർക്കണം? ഈശ്വരചന്ദ്ര വിദ്യാസാഗറുമായിട്ട് ഓർക്കണം. ഇപ്പൊ വിധവകളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം. 1889 വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു വിദ്യാകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടു. 1889 വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശാരദാ സദൻ എന്ന് പറയുന്ന ഒരു വിദ്യാകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ബോംബെയിലാണ്. ശാരദാ സദൻ സ്ഥാപിക്കപ്പെട്ടത് ബോംബെയിലാണ്. എന്തുദ്ദേശത്തോടു കൂടിയാണ്? വിധവകളുടെ വിദ്യാഭ്യാസം. ഏത് വർഷമാണ്? 1889. ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷമാണ് 1889. അപ്പൊ 1889 വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ എന്ന വിദ്യാകേന്ദ്രം സ്ഥാപിച്ചത് ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പണ്ഡിത രമാഭായി അല്ലെ? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം അത് പാസാക്കപ്പെട്ടത് 1856. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. എന്നാൽ 1889 വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശാരദാ സദൻ ബോംബെയിൽ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. അത് പറയുമ്പോൾ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിൽ പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു എന്ന് 1916 സ്ഥാപിച്ചതാര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. DK കാർവേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ആര് സ്ഥാപിച്ചു? DK കാർവേ സ്ഥാപിച്ചു. 1916. DK കാർവേയുടെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ഇതുവരെ ഭാരതരത്നം നേടിയിട്ടുള്ള ആൾക്കാരുടെ കണക്ക് നോക്കിയാൽ അതിൽ ഏറ്റവും
ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ്. ഭാരതരത്ന നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ DK കാർവെയാണ്. 1958 DK കാർവെക്ക് ഭാരതരത്നം ലഭിക്കുന്നു. 1958 അന്ന് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 100 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് 100 വയസ്സുണ്ടായിരുന്നു 1958. അപ്പോൾ ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ DK കാർവെയാണ്. ആ DK കാർവെയാണ് 1916 ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതകൾക്കായി ഒരു സർവകലാശാല പൂനെയിൽ സ്ഥാപിച്ചത്. അത് ഓർത്തു വയ്ക്കുക. 1962 104ാമത്തെ വയസ്സിലാണ് DK കാർവെ മരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, വേറൊരു സാമൂഹിക പരിഷ്കർത്താവിലോട്ട് വരാം. ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി ജനിക്കുന്നത് 1824 1824 ഇന്നത്തെ ഗുജറാത്തിലാണ് ദയാനന്ദ സരസ്വതി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് അറിയാം. ശരിക്കുള്ള പേര് മൂൽ ശങ്കർ എന്നാണ്. മൂൽ ശങ്കർ എന്നുള്ളതാണ് ദയാനന്ദ സരസ്വതിയുടെ ശരിക്കുള്ള പേര്, അല്ലെ? അദ്ദേഹം ജനിക്കുന്ന എവിടെയാണ്? 1824 എവിടെയാണ്? ഗുജറാത്തിലാണ്. ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കണം. 2024 ആവുമ്പോൾ ദയാനന്ദ സരസ്വതി ജനിച്ചിട്ട് 200 കൊല്ലമാവും, അല്ലെ? 2024 ആവുമ്പോഴത്തേക്കും ദയാനന്ദ സരസ്വതി ജനിച്ചിട്ട് 200 കൊല്ലമാവും. അപ്പോൾ ഇപ്പോൾ 923 കഴിയുമ്പോൾ തന്നെ ദയാനന്ദ സരസ്വതിയുടെ 200ാം ജന്മവാർഷികമാണ്. 200ാം ജന്മവാർഷികത്തിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ വന്ന വാർത്തയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ദയാനന്ദ സരസ്വതിയുടെ 200ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു എന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുൾപ്പെടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2023 200ാം ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത് ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതിയുടെ ജന്മവാർഷികങ്ങൾക്കാണ് 2023 തുടക്കമിടുന്നത്. എത്രാമത്തെ ജന്മവാർഷികം? 200ാമത് ജന്മവാർഷികം. ജനിച്ചത് 1824 ദയാനന്ദ സരസ്വതിയെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ പിതാമഹൻ. ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നും ദയാനന്ദ സരസ്വതിയെ വിശേഷിപ്പിക്കും. ഹിന്ദു മതത്തിലെ കാൽവിൻ, ശരിക്കും കാൽവിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനാണ്. ഫ്രഞ്ചുകാരൻ ജോൺ കാൽവിൻ ക്രിസ്തു മതത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ്, ഒരു സോഷ്യൽ റിഫോമറാണ് ഫ്രഞ്ചുകാരനായിട്ടുള്ള ജോൺ കാൽവിൻ. അപ്പോൾ അദ്ദേഹം ക്രിസ്തു മതത്തിൽ ചെയ്തതുപോലെ ഹിന്ദു മതത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിച്ച ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കും, സ്വാമി ദയാനന്ദ സരസ്വതി അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്, ഹിന്ദു മതത്തിന്റെ കാൽവിൻ. അപ്പോൾ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്, ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഞാൻ പറഞ്ഞു, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന കാലഘട്ടമാണ്. ദേശീയതയെക്കുറിച്ച്, ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചൊക്കെ വ്യക്തമായുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരാളാണ് സ്വാമി ദയാനന്ദ സരസ്വതി, അല്ലെ? രാജാറാം മോഹൻ റായുടെ കാര്യം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും ബ്രിട്ടീഷ് ഭരണത്തോടും ഒക്കെ അല്പം മമത ഉണ്ടായിരുന്ന ഒരാളാണ് ആര്? രാജാറാം മോഹൻ റായ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലല്ല ദയാനന്ദ സരസ്വതിയുടെ പ്രവർത്തനം. ദയാനന്ദ സരസ്വതിയുടെ പ്രവർത്തനം ബ്രിട്ടീഷ് സർക്കാരിനുമായിട്ട് യോജിച്ചു പോകുന്ന വിധത്തിലായിരുന്നില്ല, വിമർശിച്ചുകൊണ്ടാണ്. സ്വദേശി എന്ന് പറയുന്ന സംജ്ഞ നമ്മൾ സാധാരണ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ ധാരാളം കേട്ട ഒരു വാക്കാണ് സ്വദേശി. സ്വദേശി എന്ന് പറയുന്ന സംജ്ഞ ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതേസമയം കോൺഗ്രസ് അത് ഉയർത്തുന്നത് 929 ലാഹോർ സമ്മേളനത്തിലാണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ വരുന്നത് 929 അതിനു മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് സ്വദേശി പോലുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംജ്ഞകൾ രൂപീകരിച്ചത് ആരാണ്? ആ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിദേശികൾ എത്ര നന്നായിട്ട് ഭരിച്ചാലും അത് ഇന്ത്യയുടെ സ്വയം ഭരണത്തിന് പകരമാവില്ല. വിദേശ ഭരണം എത്ര നന്നായാലും അത് ഇന്ത്യയുടെ സ്വയം ഭരണത്തിന് പകരമാവില്ല എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാലും സ്വാമി
ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട്, അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ സ്വദേശി എന്ന് പറയുന്ന വാക്കിന് രൂപം കൊടുത്തയാള്, ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് രൂപം കൊടുത്തയാള്, വിദേശ ഭരണം എത്ര മെച്ചമായിരുന്നാലും അത് സ്വയം ഭരണത്തിന് പകരമാകില്ല എന്ന് പറഞ്ഞയാള് ആരെന്ന് ചോദിച്ചാല് അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്നുള്ളത് ഓർക്കുക. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രസ്ഥാനമുണ്ട്, ആര്യ സമാജം, അല്ലെ? ആര്യ സമാജം സ്ഥാപിക്കപ്പെട്ടത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം, 1875-ലാണ്. 1875 ബോംബെയിൽ വെച്ചാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്, സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിക്കുന്നത്. അപ്പോൾ 1875 സ്വാമി ദയാനന്ദ സരസ്വതി ബോംബെയിൽ വെച്ച് ആര്യ സമാജത്തിന് രൂപം കൊടുത്തു. ആര്യ സമാജം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ബ്രഹ്മസമാജം എന്തിനു വേണ്ടി നിലകൊണ്ടു? അതേ ഉദ്ദേശങ്ങൾ തന്നെയാണ്. ഏതാണ്ട് അതെല്ലാം ഏതിന്റെ കാര്യത്തിലുമുണ്ട്? ആര്യ സമാജത്തിന്റെ കാര്യത്തിലുമുണ്ട്. അതായത് ബഹുദൈവ വിശ്വാസത്തിന് എതിരായിട്ട്, വിഗ്രഹ ആരാധനയ്ക്ക് എതിരായിട്ട്, ബഹുദൈവ വിശ്വാസത്തിനെതിരായിട്ടും വിഗ്രഹ ആരാധനയ്ക്ക് എതിരായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരായിട്ട് ഒക്കെ നിലകൊണ്ട ഒരു സംഘടനയാണ് ആര്യ സമാജം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സംഘടനയാണ് ആര്യ സമാജം. അപ്പോൾ വിഗ്രഹാരാധനയെ എതിർത്തു, ബഹുദൈവ വിശ്വാസത്തെ എതിർത്തു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ എതിർത്തു, ശൈശവ വിവാഹത്തെ എതിർത്തു, വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സംഘടനയാണ് ആര്യ സമാജം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ആര്യ സമാജത്തിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒന്ന് അറിഞ്ഞു വെക്കണം. അപ്പൊ 1875 ആര്യ സമാജം ബോംബെയിൽ സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? അത് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയുടെ രചയിതാവാര്? സ്വാമി ദയാനന്ദ സരസ്വതി. സത്യാർത്ഥ പ്രകാശം എന്ന കൃതിയുടെ രചയിതാവാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി എന്നുള്ളത് ഓർക്കുക. സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന പുസ്തകത്തിന് പുറമെ മറ്റനേകം കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേദഭാഷാ ഭൂമിക. വേദഭാഷാ ഭൂമിക, സത്യാർത്ഥ പ്രകാശം, അല്ലാതെ വേറൊരു പുസ്തകമുണ്ട് സംസ്കാർ വിധി. സംസ്കാർ വിധി എന്നീ കൃതികൾ രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ആ 3 പുസ്തകങ്ങൾ മിനിമം ഓർത്തു വയ്ക്കുക. സത്യാർത്ഥ പ്രകാശം, വേദഭാഷാ ഭൂമിക, സംസ്കാർ വിധി എന്നീ കൃതികൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആര്യ സമാജത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആര്യ സമാജത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആര്യ സമാജ അനുയായികൾ ഒരു കോളേജിന് രൂപം കൊടുത്തു, ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്, അല്ലെ? അപ്പോ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ആര്യ സമാജം ശ്രമിച്ചു. അതിന്റെ അനുയായികൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു വിദ്യാകേന്ദ്രം സ്ഥാപിക്കുന്നു, ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. ഇത് എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് കൂടി ഓർത്തു വെക്കണം. ലാഹോറിലാണ്. അപ്പോ ആര്യ സമാജ അനുയായികൾ ലാഹോറിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഏത്? ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്, അല്ലെ? എവിടെയാണ്? ലാഹോറിൽ. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഈ കോളേജ് ഉണ്ടാക്കുന്ന, ഈ വിദ്യാകേന്ദ്രം ഉണ്ടാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത ആര്യ സമാജ അനുയായി ആരെന്ന് ചോദിച്ചാല് ഇദ്ദേഹത്തിന്റെ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ അനുയായി ആയിട്ടുള്ള ഹാൻസ് രാജ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ഹാൻസ് രാജ്. അപ്പോ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ലാഹോറിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ഹാൻസ് രാജാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വിദ്യാകേന്ദ്രമുണ്ട്, ആര്യ സമാജ അനുയായികൾ തന്നെ സ്ഥാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രമാണ് ഗുരുകുലം വിദ്യാകേന്ദ്രം. ഗുരുകുലം വിദ്യാകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് ഹരിദ്വാറിലാണ്. ഗുരുകുലം വിദ്യാകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്
ഹരിദ്വാറിലാണ്. അതേസമയം ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അത് ലാഹോറിലാണ്. ഹാൻസ് രാജാണ് സ്ഥാപിച്ചത്. അതേസമയം ഗുരുകുലം ഹരിദ്വാറിൽ സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ മറ്റൊരു ശിഷ്യൻ. ആരാണ്? സ്വാമി ശ്രദ്ധാനന്ദനാണ്. സ്വാമി ശ്രദ്ധാനന്ദനാണ് ഗുരുകുലം എന്ന് പറയുന്ന വിദ്യാകേന്ദ്രം എവിടെ സ്ഥാപിക്കുന്നത്? ഹരിദ്വാറിൽ സ്ഥാപിക്കുന്നത് എന്നുകൂടി അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശുദ്ധി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതാര്? ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. ശുദ്ധി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. കാലാകാലങ്ങളായിട്ട് ഹിന്ദു മതം വിട്ട് മറ്റു മതങ്ങളിലോട്ട് പോയവരെ ഹിന്ദു മതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനും മറ്റ് അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലോട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഏത്? ശുദ്ധി പ്രസ്ഥാനം. അപ്പൊ ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാലും ആര്യ സമാജം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ആര്യ സമാജത്തിന് ഒരുപാട് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ശൈശവ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് നിന്ന ഒരു സംഘടനയാണ്. അങ്ങനെ പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ആര്യ സമാജത്തിനുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും അവരെ സംബന്ധിച്ചിടത്തോളം, ആര്യ സമാജത്തെ സംബന്ധിച്ചിടത്തോളം യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട് യാഥാസ്ഥിതികവുമായിട്ടുള്ള കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ശുദ്ധി പ്രസ്ഥാനമൊക്കെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരേ സമയം പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആര്യ സമാജം ചെയ്തു, അതുപോലെ യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്താഗതിയും വച്ചു പുലർത്തി എന്നൊരു പ്രസ്താവന ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ കണ്ടാൽ അത് ശരിയായ പ്രസ്താവനയാണ്. പിള്ളേരുടെ പുസ്തകങ്ങളിലെ ഇങ്ങനെ ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പൊതുവിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രസ്താവനകളുണ്ട്. ആ പ്രസ്താവനകളൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യമാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആര്യ സമാജം ഒരേ സമയം പുരോഗമനപരവും അതുപോലെ തന്നെ യാഥാസ്ഥിതികവുമായിരുന്നു. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന് യാഥാസ്ഥിതികമായിട്ടുള്ള സമീപനമാണ് ഉണ്ടായിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി കാലം കുറെ കഴിഞ്ഞു, ദയാനന്ദ സരസ്വതി എന്ത് ചെയ്യുന്നു? സമാധിയാകുന്നു. അതിനുശേഷം ഇവിടെ ഒരു പിളർപ്പുണ്ടാവുന്നു, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുന്നു. ആര്യ സമാജത്തിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ ബ്രഹ്മസമാജം മുമ്പ് പഠിച്ചപ്പോൾ രാജാറാം മോഹൻ റായ്ക്ക് ശേഷം ബ്രഹ്മസമാജത്തിൽ പിന്നീട് പിളർപ്പുണ്ടായി. 1866 ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായിട്ട് പിളർന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ആര്യ സമാജത്തിലും പിന്നീട് രണ്ട് വിഭാഗങ്ങളുണ്ടായി. ആ വിഭാഗങ്ങൾ പൊതുവിൽ കോളേജ് വിഭാഗം, ഗുരുകുല വിഭാഗം എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോളേജ് വിഭാഗം, ഗുരുകുല വിഭാഗം എന്നിവ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രസ്ഥാനത്തിൻ്റെ വകഭേദങ്ങളാണ് എന്ന് ചോദിച്ചാൽ ആര്യ സമാജത്തിൻ്റെ വകഭേദങ്ങളാണ് കോളേജ് വിഭാഗവും ഗുരുകുല വിഭാഗം. ഇതിൽ കോളേജ് വിഭാഗം എന്ന് പറയുന്നത് വളരെ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തിയിരുന്ന ആര്യ സമാജത്തിലെ അനുയായികളുടെ ഒരു കൂട്ടമായിരുന്നു ഏത്? കോളേജ് വിഭാഗം. അതേസമയം യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വച്ച് പുലർത്തിയിരുന്ന ആൾക്കാരുടെ കൂട്ടമായിരുന്നു ഗുരുകുല വിഭാഗം. ആ ഗുരുകുല വിഭാഗത്തിന് നേതൃത്വം കൊടുത്തത് സ്വാമി ശ്രദ്ധാനന്ദനാണ്. അതേസമയം കോളേജ് വിഭാഗത്തിന് നേതൃത്വം കൊടുത്തത് ഹാൻസ് രാജും ലാലാ ലജ്പത് റായും ഒക്കെയാണ്. ലാലാ ലജ്പത് റായൊക്കെ ആര്യ സമാജത്തിന്റെ അനുയായികളായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കോളേജ് വിഭാഗത്തെ നയിച്ചത് ഹാൻസ് രാജും ലാലാ ലജ്പത് റായാണ്. ഗുരുകുല വിഭാഗത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് ആരാണ്? സ്വാമി ശ്രദ്ധാനന്ദനാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ആര്യസഭ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആര്യസഭ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആര് എന്ന് ചോദിക്കും. ആര്യ സമാജത്തിന്റെ അനുയായിയായിരുന്ന ഒരു ആളാണ്, അത് സ്വാമി അഗ്നിവേശാണ്. ആര്യസഭ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ സ്വാമി അഗ്നിവേശാണ്. 2020 ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹം ഹരിയാനയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. ഹരിയാനയിൽ വളരെയധികം നല്ല വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ആര്യസഭ. അപ്പോൾ ആര്യസഭ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാമി അഗ്നിവേശാണ്. 2020 സെപ്റ്റംബറിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തും ചിലപ്പോൾ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്ന ഒന്നാണ്. അപ്പോൾ ആര്യസഭ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചതാരാണ്? സ്വാമി അഗ്നിവേശാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബ്രഹ്മസമാജത്തെക്കുറിച്ചും ആര്യ സമാജത്തെക്കുറിച്ചും മറ്റു ചില സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും പഠിച്ചു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക്
നമുക്കത് പഠിക്കാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.